നമസ്കാരം. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ജെറിൻ എന്ന ഒരാൾ പങ്കുവച്ച ഒരു പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കാലം കണക്ക് പറയാതെ പോയിട്ടില്ല. തിരുമേനിയുടെ നിലപാടുകൾ പലർക്കും വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷെ അത് ശരിയാണെന്ന് കാലം തെളിയിക്കും. കുറച്ചു കാലം എല്ലാം മറക്കാം, എല്ലാ കാലവും പറ്റില്ല. ഉമ്മ 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 ഉമ്മയ്ക്കാണല്ലോ ഇപ്പോൾ മാർക്കറ്റ്. ഇതാണ് ജെറിൻ എന്നയാൾ പങ്കുവച്ച കുറിപ്പ്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സീനിയർ മെത്രാപ്പൊലീത്ത ഗബ്രിയേൽ തിരുമേനിയുടെ ചിത്രവും ഇതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ചെറിയൊരു കുറിപ്പാണെങ്കിലും ആ കുറിപ്പിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില വൈദികർക്കും അൽമായ നേതാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ജെറിൻ്റെ ഈ കുറിപ്പ്. ജെറിൻ്റെ ഈ അഭിപ്രായത്തോട് ഞാനും പൂർണ്ണമായി യോജിക്കുന്നു. തിരുമേനി ഭദ്രാസന അധിപനായിരുന്ന കാലത്ത് ചില്ലറയും ചില്ലുവാനും ഒന്നുമല്ല ഇവിടുത്തെ ചില വൈദികരും ചില അൽമായ ഭാരവാഹികളും തിരുമേനിയെ ഇല്ലാക്കഥകൾ മെനഞ്ഞുണ്ടാക്കി വിഷമിപ്പിച്ചതും കണ്ണീര് കുടിപ്പിച്ചതും. അതാണ് ജെറിൻ പറഞ്ഞത്, കാലം കണക്ക് ചോദിക്കാതെ പോകില്ലെന്ന്. ഈ ഉമ്മച്ചൻ ഉൾപ്പെടെ ആ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടതാണ്. ഒരു ഭരണാധികാരിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് പ്രകൃതി നിയമമാണ്. സ്വന്തം കാര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ അതൊക്കെ സംരക്ഷിക്കാൻ പറ്റാതെ വരുമ്പോൾ തീർച്ചയായും ആളുകൾ എതിരാകും. പല കാര്യങ്ങളിലും തിരുമേനി എടുത്തിട്ടുള്ള നിലപാടുകൾ അത് പലർക്കും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് ശരിയാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സെമിനാരിയിൽ പഠിപ്പിച്ച് അല്ലെങ്കിൽ പഠിക്കാൻ വിട്ട് പട്ടം കൊടുത്ത് വൈദികരാക്കിയവർ പോലും അവർ പട്ടമേറ്റ് വാങ്ങുമ്പോൾ എടുക്കുന്ന പ്രതിജ്ഞ പോലും മറന്ന് തിരുമേനിയോട് പോരാടിയ പലരും തിരുവനന്തപുരത്തുണ്ട്. ഞാൻ കൂടുതൽ അക്കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ ജെറിൻ്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഉമ്മയച്ചൻ, ജെറിനോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. ആ വൈദികനും ഒരു പച്ചയായ മനുഷ്യനാണ്, ബലഹീനനും പാവിയുമാണ്. അത് ബലിയർപ്പിച്ചിട്ട് ബലിപീഠത്തിൽ നിന്ന് ഇറങ്ങി പറയുന്നുമുണ്ട്, ഞാൻ ബലഹീനനും പാവിയുമായ ദാസനാണെന്ന്. അദ്ദേഹത്തിൻ്റെ ബലഹീനത ഇതാണെന്ന് സോഷ്യൽ മീഡിയയിൽ വോയിസ് ക്ലിപ്പ് വൈറലായപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കിയത്. അദ്ദേഹം ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ കൊടുത്തു. അങ്ങനെ വേണം നമ്മുടെ ആത്മീയ പിതാക്കന്മാർക്ക്. ഒരു കുറവും ഒരു കാര്യത്തിലും ഉണ്ടാക്കാൻ പാടില്ല. അവർക്ക് ആവശ്യമുള്ളത് ധാരാളമായി കൊടുക്കണം. അത് നമ്മുടെ ഒരു കടമയാണ്. ഇവിടെയാണ് ഗബ്രിയേൽ തിരുമേനിയെ നമ്മൾ ഓർത്തു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കുൽസിത പ്രവൃത്തിക്ക് തിരുമേനി നേരത്തെ അച്ചടക്ക നടപടി സ്വീകരിച്ചപ്പോൾ തിരുമേനിക്ക് മുകളിൽ കാതോലിക്ക ബാവയെ കൊണ്ട് അത് റദ്ദാക്കിച്ച് യുദ്ധത്തിൽ വിജയിച്ച യോദ്ധാവിനെ പോലെ തിരുമേനിയെ വെല്ലുവിളിച്ച വൈദികനാണ്. ഈ ഉമ്മച്ചനെ ആയൂർ പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് സ്ഥലമാറ്റം നൽകിയെന്നാണ് ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തെ എന്തിനാണ് സ്ഥലം മാറ്റിയതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഉമ്മച്ചൻ ആയൂരിൽ ആയിരുന്നാലും മറ്റൊരു പള്ളിയിലായിരുന്നാലും ഒന്ന് തന്നെയല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആയൂർ ഇടവകക്കാരി അല്ലല്ലോ പൂന്തോട്ടം നൽകിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആയൂരിൽ നിന്ന് സ്ഥലം മാറ്റുകയല്ല, ശുശ്രൂഷയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയാണ് വേണ്ടത്. ഈ ഒരു സ്ഥലമാറ്റത്തിൽ ഒരു കളിയുണ്ട്. ഉമ്മച്ചൻ്റെ കൂടെയുള്ള കുറുവാ സംഘം നൈസായി പണി കൊടുത്തതാണ്. ഉമ്മച്ചന് പകരം ഒരു വികാരിക്ക് പകരം 2 വികാരിമാരെയാണ് ആയൂർക്കാർക്ക് കൊടുത്തത്. അത്രയും വലിയ ചുമടാണ് കാതോലിക്ക ബാവ ആയൂർ കുഞ്ഞാടുകളുടെ തലയിൽ വെച്ചു കൊടുത്തത്. മാത്രമല്ല, ഈ വികാരിക്ക് ഇനി ഗ്രൂപ്പുകളെയും, അതായത് പുതിയതായി വന്ന വികാരിക്ക് കുത്തിത്തിരിപ്പും ഒക്കെ പൂർവാധികം ശക്തിയോടെ നടത്താം. അത് മാത്രമല്ല, തൊട്ടടുത്തുള്ള ഒരു ചെറിയ പള്ളിയിലാണ് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത്. അവിടുന്ന് ആയൂരിലേക്ക് മാറുമ്പോൾ പോക്കറ്റിന്റെ കനവും കൂടും, വിശപ്പും മാറും. ഉമ്മച്ചന്റെ മാറ്റം കാത്തിരുന്ന കുറുക്കനാണ്. ഒരു വലിയ പള്ളി കിട്ടാൻ ഉമ്മച്ച അങ്ങ് എന്ന് ഈ കുറുവാ സംഘത്തിന്റെ പിടിയിൽ നിന്നും വിട്ടുപോകുന്നുവോ അന്നേ അങ്ങയ്ക്ക് ഗതി പിടിക്കൂ. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. മാലപ്പടക്കവും കമ്പവും പിന്നാലെ വരുന്നുണ്ട് അവറാച്ച. അതുകൊണ്ട് നോക്കി കണ്ടുമൊക്കെ പോയാൽ അങ്ങയ്ക്ക് നല്ലത്.